എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് പക്ഷേ ഇട്ടില്ല. അന്നേരം ഇപ്പോൾ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വിളക്കെല്ലാം കത്തിച്ച് ഇവിടെ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കൂട്ടുകാരെ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്ന സന്തോഷം. കുറേ കൂട്ടുകാർ കാണുന്നുണ്ട്. എല്ലാവർക്കും പുതിയ പുതിയ വീഡിയോസ് ഇനി വീണ്ടും ഇടാം. ഞാനിങ്ങനെ ഈ മൊബൈൽ എടുത്ത് വെച്ച് യൂട്യൂബെല്ലാം കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചേച്ചിയുടെ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ വന്നത്, ഒരു വീഡിയോ ഇടാമെന്ന്. അന്നേരം ആ ഇൻ്റർവ്യൂവിൽ വീട്ടിലെ കാര്യങ്ങളും അനിയത്തിയുടെയും ചേച്ചിയുടെയൊക്കെ കുസൃതികളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ എല്ലാ ലേഡീസിനും എല്ലാവർക്കും ഒരു കഴിവുണ്ട് കുക്കിങ്ങിന്. നമുക്ക് എല്ലാവരും ഇപ്പോൾ ഒരാൾ ഒരു കറി വയ്ക്കുന്നെങ്കിൽ 10 ലേഡീസ് വന്ന് അത് ചെയ്യുകയാണെങ്കിൽ അത് 10 രീതിയിൽ 10 രുചിയിലായിരിക്കും അത് നമ്മൾ ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് പലർക്കും പലതായിരിക്കും. അവരവർക്കുള്ള ഇതനുസരിച്ച് ഇങ്ങനെ ടേസ്റ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കും, വേറൊരാളാകുമ്പോൾ അത് വേറൊരു സ്റ്റൈലിലായിരിക്കും. വഴുതനങ്ങ കറിയുടെ കാര്യം പറഞ്ഞ് പൊടിമോളും ചേച്ചിയും ഒക്കെ വീട്ടിൽ വഴുതനങ്ങ ഉണ്ടാക്കുന്നതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത് കണ്ടെനിക്ക് ഞാൻ എൻ്റെ കറിയുടെ കാര്യം ആലോചിച്ച് പോവുകയാണ്. നമുക്കൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലർ തട്ടിക്കൂട്ട് ആയിരിക്കും, ചിലർ നല്ല കിടിലൻ കറികളെല്ലാം ഉണ്ടാക്കി അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയും വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. എനിക്ക് എല്ലാ കറികളും ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ഒരെണ്ണം മാത്രം ഇത്തിരി പ്രശ്നമാണ്. സാമ്പാർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ സാമ്പാറിൻ്റെ കഷണങ്ങളെല്ലാം നുറുക്കിയിട്ട് തുവരപ്പരിപ്പൊക്കെ ഇട്ട് ബാക്കി എല്ലാം ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് കടുകെല്ലാം വറുത്ത് ഉണ്ടാക്കിയാലും അവസാനം ഇത് വെന്ത് വരുമ്പം ഇത് കഴിക്കുന്നവർ പറയുന്നതാണ്, ഇത് അവിയൽ സാമ്പാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇതിനകത്ത് കഷണവേ ഉള്ളു. അങ്ങനെ ഓരോരോ കുറ്റങ്ങളാണ് സാമ്പാറിന്. സാമ്പാർ മാത്രമേ ഉള്ളൂ പ്രോബ്ലം, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം കൂട്ടുകാരെ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് കുക്കിങ്ങൊന്നും അറിഞ്ഞുകൂടുന്നത്. എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം, എല്ലാ കറികളും ഉണ്ടാക്കും, ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ സാമ്പാർ അത്ര പോരാ ഇപ്പോഴായാലും. അങ്ങനെ ഇപ്പം ഞാൻ പുതിയൊരു പരിഹാരം അതിന് കണ്ടെത്തി. ഇപ്പോൾ എല്ലാ മലക്കറികളും എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് കട്ട് ചെയ്ത് നമ്മുടെ പൊടിയുണ്ടല്ലോ സാമ്പാർ പൊടി, അത് കുറച്ച് കലക്കി കടുവൊക്കെ വറുത്തിട്ട് ഒരു കുഞ്ഞ് കഷണം പുളിയാണ് എല്ലാവരും പിഴിഞ്ഞ് ചേർക്കുന്നത്. ഞാൻ ഒരു കഷണം കുടംപുളിയാണ് ഇടുന്നത്. ഇല്ല, വടക്കം പുളി, പലയിടത്തും പല പേരാണ് അതിനുള്ളത്. അതിട്ട് നല്ല കിടിലമായിട്ട് ഇപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ഞാൻ സ്വന്തമായിട്ട് പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ ഇട്ടുണ്ടാക്കുന്ന സാമ്പാർ അങ്ങ് ഒഴിവാക്കി പുതിയ ഒരു പരീക്ഷണത്തിന്. ആ പരീക്ഷണം കൊള്ളാം, അതെനിക്കും ഇഷ്ടപ്പെട്ടു. അല്ലാതുള്ള സാമ്പാർ ശരിയാവത്തില്ല. അങ്ങനെയാണ് ഈ പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചത് കൂട്ടുകാരെ. സാമ്പാർ പൊടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. ശകലം മഞ്ഞപ്പൊടിയല്ല മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം, എരിവ് അതിന് ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ശകലം എരിവ് മുന്നിൽ നിൽക്കും കൂട്ടുകാരെ. അങ്ങനെ വഴുതനങ്ങ കഥ വായിച്ച് അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാർ കഥ ഇപ്പോൾ പറഞ്ഞത് കൂട്ടുകാരെ. എല്ലാവരും അങ്ങനെയാണ്. ആദ്യം എല്ലാവരും
ഉണ്ടാക്കി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താണ് നമ്മൾ നല്ല എക്സ്പേർട്ട് ആവുന്നത്. ഏത് കാര്യമായാലും പല പല പ്രാവശ്യം ചെയ്ത് നമ്മളങ്ങ് അതിലങ്ങ് എക്സ്പേർട്ടാവും. ഏത് കാര്യമായാലും ഏത് ജോലിയിലായാലും അങ്ങനെയാണ്. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ആകുമ്പോഴേക്കും എല്ലാം ശരിയാകും. അങ്ങനെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് എല്ലാം ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശരിയാവാനുണ്ട്. കൂട്ടുകാരെ, എല്ലാവരും ഫുഡ് കഴിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കൂട്ടുകാരും ഫുഡൊക്കെ കഴിച്ചാൽ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. അത് ഇൻ്റർവ്യൂ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാറിൻ്റെ കഥ പറഞ്ഞത്. കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. പിന്നെ നമ്മൾ ഈ ചില വീടുകളിലൊക്കെ നല്ല കൊച്ചു കുട്ടികളൊക്കെ അങ്ങോട്ട് പ്രസവിച്ച കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കാണുമ്പം ഈ കുഞ്ഞുങ്ങളൊരു 10-25 ദിവസം കഴിയുമ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങളൊരു കാര്യം അങ്ങ് സ്വന്തമായിട്ടങ്ങ് പഠിക്കും. അതിലങ്ങ് എക്സ്പേർട്ടാവും. വിരൽ പിടിക്കാനങ്ങ് പഠിക്കും. ഒരു വിരലല്ല, എല്ലാ വിരലും അങ്ങ് അകത്തിട്ട് ഏതെങ്കിലുമൊക്കെ മാറി കുടിക്കാൻ അവരതിലങ്ങ് എക്സ്പേർട്ടാവും. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ സത്യത്തിൽ അത് നമുക്ക് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് തരുന്നത്. പിന്നെ വേറൊന്നുമില്ല കൂട്ടുകാരെ. പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.